മുലയൂട്ടുന്ന അമ്മമാര് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, അതുപോലെ തന്നെ പാലുൽപാദനത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറിയൊരു ഹോം റെമഡി കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ ഡോക്ടർ ഫാത്തിഹ സക്കീർ, IHMA സ്പന്ദനം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. മുലയൂട്ടുന്ന അമ്മമാർക്ക് എപ്പോഴും ഭയങ്കര കൺസേൺസും ഡൗട്ടും ആണല്ലേ, ഏതൊക്കെ ഫുഡാണ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്, പാലുൽപാദനത്തിന് വേണ്ടിയിട്ട് ഏത് ആഹാരമാണ് നല്ലത് എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലൂടെ അതിനൊരു പരിഹാരം കണ്ടെത്താം. നമ്മൾ പ്രധാനമായിട്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുപയർ മുളപ്പിച്ചത് കഴിക്കാം, പരിപ്പ്, സോയാബീൻ, മുട്ടയുടെ വെള്ള, ഇതൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആണ്. ഇതെല്ലാം നമ്മൾ ഡയറ്റിൽ ഡെയിലി അല്ലെങ്കിൽ പതുക്കെ ഓരോരോ ദിവസങ്ങളിലായിട്ട് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചോറ് എന്തായാലും കഴിക്കും. ചോറ് കഴിക്കുമ്പോഴത്തേക്കും തവിടുള്ള അരിയുടെ ചോറ് കഴിക്കുന്നത് നല്ല രീതിക്ക് പാലുൽപാദനത്തിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓട്സ് പാലിൽ കുറുക്കി കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഗോതമ്പ് കഴിക്കാം, ഗോതമ്പിന്റെ ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കഴിക്കാം. മൈദ നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സ് നമുക്ക് നാട്ടിൽ കിട്ടുന്ന പപ്പായ, ചിക്കു, അതുപോലെ തന്നെയാണ് പേരയ്ക്ക, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാം. എന്ത് ഫ്രൂട്ട്സ് ആണോ നമുക്ക് കിട്ടുന്നത് അതെല്ലാം എന്ത് ചെയ്യുക, ഒരു ദിവസം നല്ല രീതിക്ക് കഴുകി ഒരു ഇടയ്ക്കിടയ്ക്ക് ഇടനേരങ്ങളിൽ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇനി വെജിറ്റബിൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് മുരിങ്ങയുടെ ഇലയും ചീരയിലയും. ഈ രണ്ടും പാലുൽപാദനത്തിന് നല്ല രീതിക്ക് സഹായിക്കുന്ന രണ്ട് ഇലക്കറികളാണ്. അപ്പം മുരിങ്ങയില എന്ന് പറയുന്നത് തോരൻ വെച്ചിട്ടായാലും ഏത് രൂപത്തിലും കഴിക്കാം. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് മുട്ടയിൽ ചിക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് തേങ്ങയുടെ ഏത് രൂപവും, തേങ്ങാ വെള്ളം, തേങ്ങാപ്പാല്, തേങ്ങാ കാമ്പ്, ഇതെല്ലാം എന്താണ് പാലുൽപാദനത്തിന് നല്ല രീതിക്ക് സഹായിക്കുന്ന ഫുഡ്സ് ആണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇനി ഹോം റെമഡിയിലേക്ക് വരികയാണെങ്കിൽ പലരും പറഞ്ഞ് പാലുൽപാദനത്തിന് നല്ല എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോം റെമഡിയാണ് നമ്മൾ പെരിഞ്ജീരകവും ഉലുവയും ഇട്ട് വെള്ളം തിളപ്പിച്ച് ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഈ ഉലുവയ്ക്ക് ചെറിയൊരു കയ്പുള്ളത് കൊണ്ട് അങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഉലുവ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും തേങ്ങയും ശർക്കരയും കൂടി ഇട്ട് വേവിച്ച് കഴിച്ചാലും മതി. ഇതിനൊക്കെ പുറമെ നമ്മൾ നല്ല രീതിക്ക് വെള്ളം കുടിക്കുക, നല്ല രീതിക്ക് ഉറങ്ങുക, സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ C-സെക്ഷൻ ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ തുടക്കത്തിൽ അവർക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പേടിക്കൊന്നും വേണ്ട. കുട്ടികൾക്ക് എന്താണ് ഫോർമുല മിൽക്ക് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ പക്ഷെ മിൽക്ക് സക്ക് ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ആഹാരങ്ങളും കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു, മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അത് കുട്ടി സക്ക് ചെയ്യുന്നില്ലെങ്കിൽ പുറത്തേക്ക് വരില്ല. അപ്പൊ അത് മിൽക്ക് അവിടെ കെട്ടിക്കിടന്ന് പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടിയെ കൊണ്ട് എന്തായാലും സക്ക് ചെയ്യിപ്പിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിൽക്ക് പ്രൊഡക്ഷനും അതുപോലെ തന്നെ കുട്ടിയുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതായിരിക്കും. സോ നിങ്ങൾ ഇത് എന്തായാലും ബാക്കിയുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.